ഡൽഹിയിലേക്കാണ്. അവിടെ ബൽറാം നെടുങ്ങാടിയുണ്ട് ദേശീയ വാർത്തകളുടെ വിശദാംശങ്ങളുമായി. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഈ LPG പ്രതിസന്ധി അടക്കമുള്ള വാർത്തകളുണ്ട്. ഒപ്പം തന്നെ രാവിലെ ബൽറാം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത കൂടിയുണ്ടല്ലോ, ഉത്തം നഗറിലുള്ള ആ ഒരു തീപിടുത്തം നിയന്ത്രണ വിധേയമായെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി മറ്റു വാർത്തകൾക്കൊപ്പം. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഈ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്ധന പ്രതിസന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായി ബാധിച്ചില്ല എങ്കിൽ പോലും ഇപ്പോൾ ഡൽഹിയും ഇന്ധന പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. LPG ക്ഷാമം ഡൽഹി ഹൈക്കോടതിയുടെ ക്യാന്റീൻ അടയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ രാജ്യവ്യാപകമായി പ്രധാന നഗരങ്ങളിൽ മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിൽ അതിരൂക്ഷമായ തരത്തിലേക്ക് ഈ LPG സിലിണ്ടർ ക്ഷാമം എത്തിയ ഒരു സാഹചര്യമുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ല എന്നും ജനങ്ങൾ പരിഭ്രാന്തരായി സിലിണ്ടറുകൾ ബുക്ക് ചെയ്യേണ്ട സാഹചര്യമില്ല എന്നും LPGയുടെ ഉൽപാദനം 25% വർദ്ധിച്ചിട്ടുണ്ട് എന്നുമുള്ള കണക്കുകളാണ് കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചത്. ഈ വിഷയം എന്നാൽ രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്. ഇന്ന് പാർലമെന്റിലും ഈ ഇന്ധന പ്രതിസന്ധി ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം കോൺഗ്രസിന്റെ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ 31 സ്ഥാനാർത്ഥികളുടെ പട്ടികയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. അത് കേരളത്തിലെ സിറ്റിംഗ് MLA-മാരെ ഒപ്പം തന്നെ 20ഓളം സിറ്റിംഗ് MLA-മാർ, ഇതുകൂടാതെ 13 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടിയാണ് 11 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടിയാണ് തയ്യാറായിരിക്കുന്നത്. ചർച്ചകൾക്കായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ മടങ്ങിയിരിക്കുന്നു, ചർച്ചകൾ പൂർത്തിയാക്കി. നാളെ വീണ്ടും ചർച്ചകൾ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ നടക്കാനിരിക്കുകയാണ്. അതേസമയം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഡൽഹി ഉത്തം നഗറിൽ വൻ തീപിടുത്തം ഉണ്ടായത്. മത്സ്യ മാർക്കറ്റിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഇതിന്റെ കാരണങ്ങൾ എന്ത് എന്നുള്ളത് വ്യക്തമല്ല. ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ ആർക്കും പരിക്കില്ല, ആരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. ആളപായമോ മറ്റു പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ അപകടത്തിന്റെ അല്ലെങ്കിൽ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ഗൂഗിൾ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ, കോൺഗ്രസിന്റെ ചർച്ചകൾ അങ്ങനെ തുടരുകയാണ്. ഒരു കുറച്ച് പേരുടെ കാര്യത്തിൽ കൂടി, ചില മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പെരുമ്പാവൂരിലടക്കം ഒരു തീരുമാനം എത്തേണ്ടതുണ്ട്. ഒപ്പം MP-മാരുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം ഉറപ്പിച്ച് ഇന്നലെ മധുസൂദൻ മിസ്ത്രി പറഞ്ഞു. അതോടുകൂടി ഇനി മത്സരിക്കാൻ ആഗ്രഹിച്ച MP-മാരുടെ പ്രതികരണം എന്താകും എന്നതുകൂടി ആകാംക്ഷയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.